ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ വർദ്ധിപ്പിക്കാൻ ധാരണയായി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അനുമതി തേടും. പുത്തൻ ആയുധങ്ങൾ വാങ്ങാനും സൈനിക രംഗത്തെ ഗവേഷണത്തിന് പണം ചെലവഴിക്കാനും തീരുമാനമായി വരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഈ ഇൻഡോ പാക് സംഘർഷം വന്നതിന് ശേഷം നമ്മുടെ ഗവേഷണ രംഗത്ത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ള ആവശ്യകത വന്നു കഴിഞ്ഞു. തീർച്ചയായും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ നാളുകളിൽ പാകിസ്ഥാൻ ഉയർത്തിയ പ്രകോപനത്തെ നമ്മൾ ഏത് തരത്തിൽ നേരിട്ടെന്നും പാകിസ്ഥാനുള്ളിൽ നമ്മൾ ഏത് തരത്തിൽ ആക്രമണം നടത്തിയെന്നതുമൊക്കെ ലോകത്തിന് ബോധ്യപ്പെട്ടതാണ്. അതായത് ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി തന്നെയാണ് നമ്മുടെ രാജ്യം എന്ന് ലോകം മനസ്സിലാക്കിയ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ഏതായാലും നമ്മുടെ സൈനിക ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോഴത്തെ തീരുമാനം. നമ്മളുടെ പ്രതിരോധ ബജറ്റ് എന്നത് നിലവിൽ അത് 6.81 ലക്ഷം കോടി രൂപയാണ്. അത് 50,000 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. അങ്ങനെയെങ്കിൽ നിലവിലെ പ്രതിരോധ ബജറ്റ് അത് 7 ലക്ഷം കോടി കടക്കുന്നു. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുക നമ്മൾ പ്രതിരോധ രംഗത്തിന് വേണ്ടി വകയിരുത്താൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ അത് ഏറ്റവും ഉയർന്ന തുകയാണ്. അത് ഇനിയും വർദ്ധിക്കാൻ പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ശൈത്യകാല സമ്മേളനത്തിൽ അതിനുള്ള അനുമതി തേടുകയും ചെയ്യും എന്നത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നു. പുതിയ ആയുധങ്ങൾ, കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ വാങ്ങാനുള്ള ശ്രമം ഇന്ത്യ നടത്താൻ വേണ്ടി പോകുന്നു. ഒപ്പം തന്നെ DRDO അടക്കമുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ പുത്തൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമുക്കറിയാം, ആകാശടക്കമുള്ള മിസൈൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മറ്റും വെടിവെച്ചിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ നമ്മൾ തദ്ദേശീയമായി കൂടി കൂടുതൽ മികച്ച ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ ഗവേഷണങ്ങൾക്ക് കൂടി ഈ തുക അധികമായി നമ്മൾ വിനിയോഗിക്കാൻ പോകുന്ന, വകയിരുത്താൻ പോകുന്ന തുക അത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. നമുക്കറിയാം, 2014 ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എന്നത് 2.29 ലക്ഷം കോടി രൂപയായിരുന്നു. അത് കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചാണ് ഏതാണ്ട് 6.81 ലക്ഷം കോടി കടന്ന് ഇനിയിപ്പോൾ 50,000 കോടി കൂടി വർദ്ധിപ്പിക്കുമ്പോൾ അത് 7 ലക്ഷം കോടി കടക്കാൻ വേണ്ടി പോകുന്നു. അതായത് നമ്മുടെ ആകെ ബജറ്റിന്റെ, നമ്മുടെ രാജ്യം ചെലവഴിക്കുന്ന ആകെ തുകയുടെ ഏതാണ്ട് 13% പ്രതിരോധ വകുപ്പിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ പോകുന്നു. അതായത് ഏറ്റവും അധികം തുക വകയിരുത്താൻ പോകുന്നതും ഇപ്പോൾ തന്നെ വകയിരുത്തുന്നതും പ്രതിരോധ വകുപ്പിന് വേണ്ടിയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.